ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റുള്ള ചിക്കൻ കട്ട്ലേറ്റാണിത്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ വളരെ കുറച്ച് സ്പൈസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് തയ്യാറാക്കുന്ന ഈ ചിക്കൻ കട്ട്ലേറ്റ് ശരിക്കും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ നല്ല ടേസ്റ്റിലുള്ള ഒരു രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഷുവറായിട്ടും ഈ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ബ്രസ്റ്റിൻ്റെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ നമുക്ക് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് പെപ്പർ പൗഡർ ചേർത്തിട്ട് വേവിച്ചെടുക്കാം. എനിക്ക് പെപ്പർ പൗഡർ അധികം താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർത്ത് എടുത്തത്. ഇനി നമുക്കിതിനെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു പൊട്ടറ്റോ ഞാൻ വേവിച്ച് മാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായതിന് ശേഷം നമുക്കതിലോട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. സവാളയിലേക്ക് ആവശ്യമുള്ള അല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ചിക്കനിലോട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ വേവിക്കുന്ന സമയത്ത്. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഒരുവിധം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മുളക് പൊടി താല്പര്യമില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് അല്പം മാത്രം പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലുള്ള ജലാംശം എല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിലോട്ട് നേരത്തെ മാഷ് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മളിതിൽ ഉപ്പ് മുളകൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് നമുക്ക് എടുക്കാം.
ഇപ്പം നമുക്ക് 12 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് പരത്തിയിട്ട് എടുക്കണം. ഇപ്പം ഞാനൊരു റൗണ്ട് ഷേപ്പ് പോലെയായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബ്രെഡ് ക്രംസ് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. കണ്ടില്ലേ, ബ്രെഡ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. മിക്സിയുടെ ജാറിലോട്ടിട്ടൊന്ന് തരിതരിയായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഓരോ പീസും നമുക്ക് മുട്ടയിൽ മുക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ എഗ്ഗിൽ മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടുള്ളതാണിത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. ചൂടായ പാനിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ളതും വളരെ സിമ്പിളായിട്ടുള്ളതും അധികം സ്പൈസസ് ഒന്നും യൂസ് ചെയ്യാതെ തയ്യാറാക്കിയിട്ടുള്ള ഈ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.